വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നു. ഇനി ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം 4 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ സെൻറ്ററിൽ സെപ്പറേറ്റ് ചെയ്യാതെയാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്, കാരണം അധികം പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇഞ്ചി, കറിവേപ്പില ഇവ ചതച്ചതാണ്. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 6 സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നാരങ്ങ നീര്, പാകത്തിന് ഉപ്പ് എന്നിവയെല്ലാം ചേർത്തിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചിക്കൻ. ഏകദേശം 1.5 കിലോനോളം ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചില്ലി പൗഡർ ഞാൻ വളരെ കുറച്ച് 2 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഓൾറെഡി ചില്ലി പൗഡറും നമ്മുടെ മഞ്ഞൾ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിരുന്നു. ഇനി നമുക്ക് ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നു. വെള്ളം നന്നായി തിളവന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഇതിലേക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള ഒരു സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിൻ്റെ ലീഫാണിത്. അതിൻ്റെ ലീഫ് ഏകദേശം 5 എണ്ണം ഞാൻ നടുവേ കീറിയത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ ഒരു ലീഫ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ ചിക്കൻ കറിക്ക് കിട്ടും കേട്ടോ. ഇനി ഏകദേശം 3 ചെറിയ ടൊമാറ്റോസ് വട്ടത്തിൽ അരിഞ്ഞത് ഇതിൻ്റെ മീതിയിലേക്ക് നമ്മൾ വിതറി കൊടുക്കുന്നു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അരമണിക്കൂറോളം ഞാൻ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.